ഹായ്, ന്യൂമറിക്കൽ ആൻസർ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ടോട്ടൽ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 9, പേപ്പർ 1 ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. നോക്കാം. എ ക്യൂബ് ഓഫ് യൂണിറ്റ് വോളിയം കണ്ടെയ്ൻസ് 35 × 10⁻⁷ ഫോട്ടോൺസ്. അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 10⁻15 ഹെർട്സ് ആണ്. 10⁻15. If the energy of all the photons is viewed as the average energy being contained in the electromagnetic waves within the same volume, then the amplitude of the magnetic field alpha into 10⁻⁻9 ടെസ്ല തന്നുണ്ട്. ടേക്കിംഗ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ 6 × 10⁻34 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൈ 22/7 ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്യൂബ് ഓഫ് യൂണിറ്റ് വോളിയം ആണ് കേട്ടോ. ക്യൂബ് ഓഫ് യൂണിറ്റ് വോളിയം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഒരു ക്യൂബ് അതിന്റെ വോളിയം 1 യൂണിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ടെയ്ൻസ് സോ ആൻഡ് സോ ഫോട്ടോൺസ്, അതിന് എനർജി ഉണ്ട്. ആ എനർജി എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞത്? ഇഫ് ദ എനർജി ഓഫ് ഓൾ ദി ഫോട്ടോൺസ്, അത് എന്തിന് ഈക്വൽ? ആവറേജ് എനർജി ബീങ് കണ്ടെയ്ൻഡ് ഇൻ ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വിത്തിൻ ദ സെയിം വോളിയം. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ആവറേജ് എനർജി, അത് മാത്രമല്ല അത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിലും പറയാം, മാഗ്നറ്റിക് ഫീൽഡിലും പറയാം അല്ലേ? കാരണം രണ്ട് ഈക്വൽ ആണെന്നൊക്കെ നമുക്കറിയാം. അതിവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് ക്വസ്റ്റനിൽ ചോദിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യേണ്ടത് ആരുമായിട്ടാണ്? ആവറേജ് മാഗ്നറ്റിക് ഫീൽഡ് എനർജിയുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ദർഫോർ ഇവിടെ ഉള്ളത് ഫോട്ടോൺസിന്റെ എണ്ണം. ഒരു ഫോട്ടോണിന്റെ എനർജി എത്രയാണ്? h². എത്ര ഫോട്ടോൺ ഉണ്ട്? n. അപ്പൊ n h² ആണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ടോട്ടൽ ഫോട്ടോൺസിന്റെ എനർജി ആയി. അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയുന്നത്? ആവറേജ് എനർജി. ആവറേജ് എനർജിന്റെ ഇക്വേഷൻ ദാ B02 ഡിവൈഡഡ് ബൈ 2μ0 അല്ലേ? B02 അത് എനർജി ഡെൻസിറ്റി ആണ്. ഇൻറ്റു വോളിയം കൊടുക്കണം. അപ്പൊ B02 ഡിവൈഡഡ് ബൈ 2μ0 ഇൻറ്റു വോളിയം. ആ വോളിയം ഇവിടെ യൂണിറ്റ് വോളിയം ആണ്, അത് 1 ആണ്. അപ്പൊ എനർജി ഡെൻസിറ്റിന്റെ ഇക്വേഷൻ തന്നെ ഇനഫ് ആണ്. ഇതിൽ എല്ലാ വാല്യൂസും നോക്കൂ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി B0ന്റെ വാല്യൂ കണ്ടെത്തുക. ഇനി ജസ്റ്റ് സിമ്പിൾ ഓൾജിബ്ര ചെയ്താൽ ആൻസർ കിട്ടേണ്ടതാണ്. യെസ്, ഓക്കെ, നമുക്ക് ചെയ്യാം. Therefore, I want B02 is equal to NH² into 2μ0. That is equal, n എത്ര? 35 into 10⁻⁷ and h6 into 10⁻⁻34 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി 10⁻15 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10⁻15 into 2 into μ0 4 into 4 into പൈ വേണം. പൈ 22 ഡിവൈഡഡ് ബൈ 7 എടുക്കാം. അപ്പൊ നമുക്ക് 7 കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10⁻⁻7. ഇത്രയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആണല്ലോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. യെസ്, എന്തൊക്കെ കട്ട് ചെയ്യാനുള്ളത്? 10⁻7 10⁻⁻7 നമുക്ക് കട്ട് ചെയ്യാം. അതുപോലെ ഈ 7 35 ഞാൻ കട്ട് ചെയ്തു, എനിക്കിവിടെ 5 കിട്ടി. യെസ്, അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇനി നോക്കൂ, ഇത് 30 into 2 60 ആയി. 60 into 88 അല്ലേ? അപ്പോൾ 88 into 6 48, 4 48 52. അപ്പോൾ 528 ഒരു 0 കൂടെ അല്ലേ ഉണ്ട്, ഇൻറ്റു 10⁻⁻34 -19 ഇതാരാണ്? ഇത് B02 ആണ്. Therefore B0 നമുക്ക് B0 ഒന്നുകൂടെ 528 into 10⁻⁻18 എന്ന് എഴുതാം അല്ലേ? ആ B02 നമുക്ക് കിട്ടി. B02 നമുക്ക് വേണ്ടത് B0 ആണ്. B0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? B0 ചെയ്യണമെങ്കിൽ ഓക്കെ, അപ്പോൾ B0 ചെയ്യാൻ 528ന്റെ തൊട്ടടുത്ത് നമുക്ക് 529 ഉണ്ടല്ലോ അല്ലേ? 529. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? 529ന്റെ റൂട്ടാണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 28ന്റെ റൂട്ട് 529 -1 whole raised to half. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 529 പുറത്തേക്ക് എടുക്കാം, ഇൻറ്റു നമുക്ക് 1 - 1/529 റൂട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് എത്രയാണ്? ഇത് 23 ആണ്. അപ്പോൾ 23 into 1 -
1 മൈനസ് ഹാഫ് ഇൻറ്റു ബൈനോമിയലി എക്സ്പാൻഡ് ചെയ്യുക, അപ്പോൾ 529 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 23നെ ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ 23 കട്ട് ചെയ്തു, അപ്പോൾ 1/46 കിട്ടി. 1/46 എന്ന് പറഞ്ഞാൽ നിയർലി 1/50 അല്ലേ. 1/50 പറഞ്ഞാൽ 0.02. അപ്പോൾ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.02 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22.98 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇതിപ്പോൾ അവർ ഫൈനൽ ആൻസർ അപ്പം എന്താണ്? ബി നോട്ട് ഈസ് ഈക്വൽ ടു 22.98 ഇൻറ്റു 10⁻², കാരണം 10⁻−18 ഉള്ളത്. അപ്പോൾ റൂട്ട് എടുക്കുന്ന സമയത്ത് 10⁻−9 ടെസ്ല. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി ആരെ തന്നിട്ടുണ്ട്? ആൽഫ ഇൻറ്റു 10⁻−9 ഇവിടെ ഓൾറെഡി ടെസ്ല തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫൻ്റെ വാല്യൂ എന്താണ്? Now alpha is equal to 22.98. Alpha is 22.98. That's it.